നിങ്ങൾ നന്നായിട്ട് ദേഷ്യം പിടിക്കുന്ന ആളാണോ? ഈ വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഫാമിലിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, കുട്ടികളെ ഒരുപാട് ഇഷ്ടമായിരിക്കും, ഭാര്യയെ ഇഷ്ടമായിരിക്കും, മാതാപിതാക്കളെ ഇഷ്ടമായിരിക്കും, സഹോദരങ്ങളെ ഇഷ്ടമായിരിക്കും. പക്ഷെ അവർക്കുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ ഈ ദേഷ്യമുള്ള ആള് പെട്ടെന്ന് ദേഷ്യം പിടിച്ചാലും പിന്നെ അവർക്ക് കുറ്റബോധം ഉണ്ടാവും. ഇങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ആ സ്വഭാവം മാറ്റുക. നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ദുനിയാവിൽ ഒരാൾക്കും പറ്റൂല. നമ്മളെ മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതല്ലാതെ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇതേ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകൂ, എനിക്ക് ഇതിലൊരു മാറ്റവും വരുത്താൻ വേണ്ടി പറ്റൂല എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും. എത്രത്തോളം നമ്മൾ ആരും വേണ്ട, നമുക്ക് ആരും ഒരു സഹായം വേണ്ട, അങ്ങനൊക്കെ വെച്ച് ജീവിച്ചാലും നമ്മൾ മനുഷ്യരാണ്, സാമൂഹ്യ ജീവിയാണ്. ആരെങ്കിലും ഒക്കെ ഒന്ന് മിണ്ടാനും പറയാനും കൂട്ടുകൂടാനെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്, ഈ ദേഷ്യം വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അതേ സമയത്ത് പോയിട്ട് തലയിലേ വെള്ളം കോരി വയ്ക്കുക. എന്നിട്ട് ദേഷ്യം തീരെ മാറുന്നില്ലെങ്കിൽ എന്റെ പൊന്നു മക്കളെ ചെയ്യേണ്ട എന്താ അറിയോ, അവരെ റൂമിൽ പോയി കഥ കടക്കാൻ, എന്നിട്ട് എന്താക്കറിയാം, പറ്റുമെങ്കിൽ നമ്മളെ ഒരു തലയാണ ഉണ്ടാവൂലേ, അതിനെ ആ ദേഷ്യം തീരുന്ന വരെ നന്നായിട്ട് കുത്തി 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 അതിന്റെ ആ ഒരു അരിശമൊക്കെ തീർത്തോളൂ. ഒരിക്കലും നിങ്ങൾ ആ ദേഷ്യം വീട്ടിലുള്ള ആരോട് കാണിക്കരുത്. നമ്മൾ ദേഷ്യപ്പെട്ട ചിലപ്പോ നമ്മളത് മറക്കും, പക്ഷെ അത് കൊള്ളുന്ന ആൾക്കാരുണ്ടല്ലോ ജീവിതകാലം മുഴുവനും അത് ഓർക്കും. ക്ഷമിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഒന്നും ഉണ്ടാവൂല. ചെറിയ കുട്ടികളാണെങ്കിൽ അത് എന്താ പറയാ, വലിയ മുതിർന്ന ആളായി കഴിഞ്ഞാൽ പോലും ഇന്നാൾ എന്നെ ചെറുപ്പത്തിൽ അനാവശ്യമായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ട്, അത് ഓർത്തിട്ട് വെക്കും. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് നല്ല കൂളായിട്ട് പോവാം. അതല്ല നല്ലത്.